നമസ്കാരം. ഭാരതവും ലിബിയയും തമ്മിൽ പതിറ്റാണ്ടുകളായുള്ള സുഹൃത്ത് ബന്ധമാണ് നിലനിൽക്കുന്നത്. 1971 തന്നെ ലിബിയയുമായി ഇന്ത്യ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. ലിബിയയുടെ പുനർനിർമ്മാണത്തിലും വികസനത്തിലും ഇന്ത്യൻ കമ്പനികൾ വലിയ പങ്ക് വഹിച്ചിട്ടുമുണ്ട്. പ്രത്യേകിച്ചും നിർമ്മാണം, വൈദ്യുതി, ടെലികോം തുടങ്ങിയ മേഖലകളിൽ നിരവധി ഇന്ത്യൻ സ്ഥാപനങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നു. ലിബിയൻ ജനതയ്ക്ക് ആവശ്യമായ ഉന്നത വിദ്യാഭ്യാസവും സാങ്കേതിക പരിശീലനവും നൽകുന്നതിൽ ഇന്ത്യ എന്നും മുന്നിലുണ്ടായിരുന്നു. ആയിരക്കണക്കിന് ഇന്ത്യൻ ഡോക്ടർമാരും നഴ്സുമാരും അധ്യാപകരും ലിബിയയിൽ ജോലി ചെയ്യുകയും അവിടുത്തെ സാമൂഹിക വ്യവസ്ഥയുടെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട്. ലിബിയയിലെ ആഭ്യന്തര പ്രശ്നങ്ങളുടെയും സംഘർഷങ്ങളുടെയും സമയത്ത് ഇന്ത്യ എന്നും നിഷ്പക്ഷമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ലിബിയയിൽ സമാധാനവും ജനാധിപത്യവും പുനഃസ്ഥാപിക്കപ്പെടണമെന്നാണ് ഇന്ത്യയുടെ ഔദ്യോഗികമായ നിലപാട്. മുഅമ്മർ ഗദ്ദാഫിയുടെ ഭരണകാലത്തും അതിനുശേഷവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ ബന്ധങ്ങൾ തുടർന്നു പോന്നു. ഇന്ത്യയുടെ ഊർജ ആവശ്യങ്ങൾക്കായി ലിബിയയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിനും ചർച്ചകൾ നടക്കാറുണ്ട്. ലിബിയയും ഇന്ത്യയും തമ്മിൽ യാതൊരുവിധ സൈനികമായോ രാഷ്ട്രീയപരമായോ ഉള്ള ശത്രുത നിലവിലില്ല. മറിച്ച് പരസ്പര സഹകരണത്തിലൂന്നിയ ഒരു ബന്ധമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ളത്. എങ്കിലും ലിബിയയിലെ നിലവിലെ അസ്ഥിരമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാരണം അവിടേക്കുള്ള യാത്രകൾക്കും വ്യാപാരങ്ങൾക്കും ഇന്ത്യ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈയിടെയായി ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന പാകിസ്ഥാനുമായും തുർക്കിയുമായും ലിബിയ ഇടപഴകുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലിബിയ ഒരു ശത്രുരാജ്യമല്ലെങ്കിലും ലിബിയയിലെ നിലവിലെ ഭരണകൂടം പാകിസ്ഥാനുമായും തുർക്കിയുമായും പുലർത്തുന്ന ഈ അമിത അടുപ്പം ഇന്ത്യ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും പാകിസ്ഥാൻ തങ്ങളുടെ ആയുധങ്ങൾ വിൽക്കുവാൻ ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ ഉപയോഗിക്കുന്നത് ഇന്ത്യയെ ചുടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയുടെ നയം എപ്പോഴും മറ്റുള്ളവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നതാണ്. ഈയിടെ ലിബിയയും പാകിസ്ഥാനും തമ്മിൽ ഏകദേശം $4 ബില്യൺ, അതായത് ഏകദേശം 33,000 കോടിയിലധികം രൂപയുടെ കൂറ്റൻ ആയുധ കരാർ ഒപ്പിട്ടിരുന്നു. പാകിസ്ഥാന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ആയുധ ഇടപാടുകളിൽ ഒന്നായി ഇത് വിലയിരുത്തപ്പെടുന്നു. ലിബിയൻ നാഷണൽ ആർമിക്ക് വേണ്ടി 16 JF-70 മൾട്ടി റോൾ യുദ്ധവിമാനങ്ങളും 12 സൂപ്പർ മുഷാക്ക് പരിശീലന വിമാനങ്ങളും കൈമാറാനാണ് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത്. പാകിസ്ഥാൻ എയറോനോട്ടിക്കൽ കോംപ്ലക്സും ചൈനയുടെ ജംഗ്ഡു എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രി ഗ്രൂപ്പും സംയുക്തമായി വികസിപ്പിച്ചെടുത്തതാണ് JF-70 വിമാനങ്ങൾ. പിന്നാലെ തുർക്കിയുമായും ലിബിയ ചില ചർച്ചകൾ നടത്തി. ലിബിയൻ സൈനിക മേധാവി നേരിട്ട് തുർക്കിയിൽ പറന്നിറങ്ങി. തുടർന്ന് നടത്തിയ ചർച്ചകളിൽ ഇന്ത്യയും വിഷയമായോ എന്നതിൽ വ്യക്തതയില്ല. എന്നാൽ തിരികെ ലിബിയയിലേക്ക് മടങ്ങുന്നതിനിടെ ലിബിയൻ സൈനിക മേധാവിയായ മുഹമ്മദ് അലി അഹമ്മദ് അൽ ഗദാദിയും സൈനിക ഉദ്യോഗസ്ഥരും സഞ്ചരിച്ചിരുന്ന വിമാനം തകർന്നു വീഴുകയും ഇവർ ദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. തുർക്കിയുടെ തലസ്ഥാനമായ അങ്കാറയിലെ എസൻബോഗ വിമാനത്താവളത്തിൽ നിന്ന് ചൊവ്വാഴ്ച രാത്രി പ്രാദേശിക സമയം 8:10 ലിബിയൻ സംഘം സഞ്ചരിച്ചിരുന്ന ഫാൽക്കൺ 50 ബിസിനസ് ജെറ്റ് പറന്നുയർന്നത്. ലിബിയൻ തലസ്ഥാനമായ ട്രിപ്പോളിയിലേക്ക് മടങ്ങുകയായിരുന്നു വിമാനം. എന്നാൽ യാത്ര തുടങ്ങി ഏകദേശം 42 മിനിറ്റുകൾക്ക് ശേഷം, അതായത് രാത്രി 8:52 വിമാനവുമായുള്ള റേഡിയോ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. അങ്കാറയ്ക്ക് തെക്ക് ഏകദേശം 74 കിലോമീറ്റർ അകലെയുള്ള ഹൈമാന ജില്ലയ്ക്ക് മുകളിലൂടെ പറക്കുമ്പോഴാണ് വിമാനത്തിലെ ജീവനക്കാർ അടിയന്തര ലാൻഡിങ്ങിനുള്ള അനുമതി തേടുന്നത്. തൊട്ടു പിന്നാലെ വിമാനം റഡാറുകളിൽ നിന്ന് അപ്രത്യക്ഷമാവുകയായിരുന്നു. ഈ സാഹചര്യം കണക്കിലെടുത്ത് തുർക്കി അധികൃതർ അങ്കാറ വിമാനത്താവളത്തിലേക്കുള്ള മറ്റ് വിമാനങ്ങൾ വഴിതിരിച്ചു വിടുകയും അടിയന്തര തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. തുർക്കി ആഭ്യന്തരമന്ത്രി അലി എർക്കാലിയ നൽകുന്ന വിവരങ്ങൾ പ്രകാരം ഹേമാന ജില്ലയിലെ കെസിക്കാവ ഗ്രാമത്തിന് സമീപമാണ് വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. തുർക്കി ജെൻഡർമേരി വിഭാഗം നടത്തിയ വിപുലമായ തിരച്ചിലിനൊടുവിൽ അപകടം നടന്ന സ്ഥലം തിരിച്ചറിയുകയായിരുന്നു. വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ അപകട സ്ഥലത്ത് ചിതറിക്കിടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. വിമാനം അവസാനമായി റഡാറിൽ തെളിഞ്ഞ പ്രദേശത്ത് വലിയൊരു പ്രകാശവലയം പ്രത്യക്ഷപ്പെടുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇത് വിമാനം തകരുന്നതിന് തൊട്ടു മുന്നുള്ള സ്ഫോടനത്തിന്റെയോ മറ്റോ ലക്ഷണമാണോ എന്ന കാര്യത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം വരാനിരിക്കുന്നതേയുള്ളൂ. സന്ദർശന വേളയിൽ തുർക്കി പ്രതിരോധ മന്ത്രി യാസർ ഗുലർ, ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് സെൽചുക് ബൈരക്തോ റോഗ്ലു എന്നിവർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായി അൽ ഹദാദ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ലിബിയയിലെ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച സർക്കാരുമായി തുർക്കിക്ക് അടുത്ത സാമ്പത്തിക സൈനിക ബന്ധമാണുള്ളത്.
മുൻ ലിബിയൻ ഭരണാധികാരി മുഅമ്മർ ഗദ്ദാഫിക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങളിൽ നിർണായകമായ പങ്ക് വഹിച്ച വ്യക്തിയായിരുന്നു അഹമ്മദ് അൽ ഹദാദ്. അപകടത്തെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾ തുർക്കി അധികൃതർ നടത്തി വരികയാണ്. സാങ്കേതിക തകരാറാണോ അതോ മറ്റ് അസ്വാഭാവിക കാരണങ്ങളാണോ അപകടത്തിലേക്ക് നയിച്ചതെന്ന് വ്യക്തമാകുവാൻ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് ഉൾപ്പെടെയുള്ളവ പരിശോധിക്കേണ്ടതുണ്ട്. നയതന്ത്ര തലത്തിൽ വലിയ ആഘാതമുണ്ടാക്കിയ ഈ സംഭവം ലിബിയയുടെ ആഭ്യന്തര സുരക്ഷാ ക്രമീകരണങ്ങളിലും മാറ്റങ്ങൾ വരുത്തിയേക്കാം. രാജ്യത്തിന്റെ സൈനിക നേതൃത്വത്തിൽ വലിയൊരു മാറ്റത്തിന് ഈ വിയോഗം കാരണമാകും എന്നതിൽ സംശയമില്ല. നിലവിൽ അപകട സ്ഥലത്ത് രക്ഷാപ്രവർത്തനങ്ങളും തെളിവ് ശേഖരണവും തുടരുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.